ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ മറിയവും കൊന്ത നമസ്കാരവും. നാം ജപമാല മാസത്തിലൂടെ കടന്നു പോവുകയാണ്. പരിശുദ്ധ ജപമാല ദൈവം നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ്. പരിശുദ്ധ ജപമാലയുടെ ഉത്ഭവത്തെക്കുറിച്ചും അതുമൂലം ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചും വിചിന്തനം ചെയ്യുന്നതിന് മുൻപ് എന്താണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയിൽ നമുക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് 5 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. 1, മറിയത്തെ അറിയുക. 2, മറിയത്തെ സ്നേഹിക്കുക. 3, മറിയത്തെ അനുകരിക്കുക. 4, മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുക. 5, മറിയത്തെ വണങ്ങുക. ആരാണ് മറിയം? ഈ ജപമാല മാസത്തിൽ നാം ചിന്തിക്കേണ്ടതാണ്. ആരാണ് നമുക്ക് പരിശുദ്ധ മറിയം? പരിശുദ്ധ മറിയം ദൈവമാണോ? ദൈവമാണെന്ന് കരുതി പരിശുദ്ധ മറിയത്തിന് ആരാധനകൾ അർപ്പിക്കുകയാണെങ്കിൽ അത് ദൈവദൂഷണമാണെന്ന് നമ്മുടെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. മറിയത്തെ അപ്പോൾ അതുകൊണ്ട് നാം ആരാധിക്കാൻ പാടില്ല. അപ്പോൾ മറിയം ആരാണ്? മറിയം ദൈവത്തെ മറ്റെല്ലാ സൃഷ്ടികളെക്കാൾ ദൈവത്തെ ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുത്തിയ മഹോന്നത സൃഷ്ടിയാണ് മറിയം. മറ്റെല്ലാ സൃഷ്ടികളെക്കാൾ ഉപരി പരിശുദ്ധ മറിയം ദൈവത്തെ പ്രീതിപ്പെടുത്തിയവളാണ്. ഈ മറിയത്തിൻ്റെ 3 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, മറിയം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സാത്താന് ഇടം കൊടുത്തില്ല. തൻ്റെ ജീവിതത്തിൽ പൈശാചികമായ ബന്ധനങ്ങൾക്ക്, പൈശാചികമായ പീഡകൾക്ക് മറിയത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സ്ഥാനമുണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രം ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലായിരുന്നു പരിശുദ്ധ മറിയം. തൻ്റെ പുത്രൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട മറിയത്തിൻ്റെ ജനനത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ കളങ്കരഹിതയായി സൂക്ഷിച്ചുകൊണ്ട് ദൈവം മറിയത്തെ സംരക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ മറിയം തൻ്റെ ജീവിതത്തിൽ തന്നെ വിളിച്ച ദൈവത്തിനോട് പരിപൂർണമായ കളങ്കരഹിതമായിട്ടുള്ള വിശ്വസ്തത അവൾ പുലർത്തി. അതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ ഒരിക്കലും സാത്താൻ ഇടമുണ്ടായിരുന്നില്ല. രണ്ടാമത്, മറിയത്തിൻ്റെ ജീവിതത്തിൽ ജനനത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ പെന്തക്കോസ്ത നാളുകളിൽ സ്ലീഹന്മാരോടൊപ്പവും മറിയത്തിൻ്റെ അവസാന നിമിഷം വരെ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളായിരുന്നു മറിയം. അതുകൊണ്ടാണ് സ്വർഗത്തിൻ്റെ അംബാസിഡർ ഗബ്രിയേൽ മാലാഹ മറിയത്തിനോട് പറയുന്നത്, ആവേ മരിയ പിയേന ദി ഗ്രാസിയ, നന്മ നിറഞ്ഞ മറിയമേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളായിരുന്നു. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ കൃപയെ നിറയാനാണ്. മൂന്നാമത്തേത് മറിയത്തിൻ്റെ പ്രത്യേകത, അവൾ പിതാവായ ദൈവത്തിൻ്റെ പുത്രി, പുത്രനായ ദൈവത്തിൻ്റെ അമ്മ,
പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി, അതിനർത്ഥം എന്താണ്? ത്രിത്വൈക ദൈവവുമായിട്ടുള്ള അവളുടെ ഹൃദയ ബന്ധമാണ്. ആ ബന്ധമാണ് മറിയത്തെ അമലോത്ഭവയും പാപരഹിതയായിട്ടും, ആ ബന്ധമാണ് മറിയത്തെ നിത്യകന്യകയായും, ആ ബന്ധമാണ് മറിയത്തെ സ്വർഗാരോപിതയായിട്ടും ദൈവം തിരഞ്ഞെടുത്തത്. എല്ലാറ്റിനേക്കാൾ ഉപരി അവൾക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് ദൈവമാതാവ് എന്ന വലിയ ദാനം പരിശുദ്ധ മറിയത്തിന് കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് ഒരു മനുഷ്യ സ്ത്രീയെ ദൈവത്തിൻ്റെ പുത്രൻ്റെ അമ്മയായിട്ട് അവളുടെ ഗർഭപാത്രത്തെ, അവളുടെ മാംസത്തെ, അവളുടെ രക്തത്തെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. അപ്പം മറിയത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് ദൈവമാതാവ് എന്ന നിലയിൽ ഉള്ള തിരഞ്ഞെടുപ്പ്. ഈ മരിയൻ ശാസ്ത്രം വിശകലനം ചെയ്തിട്ട് വേണം ഈ ജപമാല മാസത്തിൽ ജപമാലയുടെ പ്രത്യേകതകൾ വിചിന്തനം ചെയ്യാൻ. ജപമാലയുടെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ആ കഥ. പല രീതികളും ജപമാലയുടെ ആ ഉത്ഭവത്തെക്കുറിച്ച് പല ശാസ്ത്രങ്ങളും കത്തോലിക്ക സഭയിൽ ഉണ്ടെങ്കിലും, ഉദാഹരണത്തിന് AD 200കളിലുള്ള ഡെസേർട്ട് ഫാദേഴ്സ് കയറിലിങ്ങനെ കെട്ടുകളാക്കി ജപം ചൊല്ലി പ്രാർത്ഥിച്ചു തരുന്നതായിട്ട് ഒരു ട്രഡീഷൻ നമുക്കുണ്ട്. അപ്പം മരുഭൂമിയിലുണ്ടായിരുന്ന ആ സഭാപിതാക്കന്മാർ, താപസന്മാരിലൂടെ ജപമാലയുടെ ആദ്യ ഘടകങ്ങൾ തുടങ്ങി എന്ന് വിശ്വസിക്കുന്ന ദൈവശാസ്ത്ര പണ്ഡിതന്മാർ നമുക്കുണ്ട്. എന്നാൽ ജനകീയമായിട്ട് വിശ്വസിച്ചു പോരുന്നത് 1924 തെക്കൻ ഫ്രാൻസിൽ അറിയപ്പെട്ടിരുന്ന വചനപ്രഘോഷകനായ വിശുദ്ധ ഡൊമിനിക്കിന് ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ ജപമാല നൽകുകയാണ്. ഈ ജപമാല മാസക്കാലം ഈ ജപമാലയുടെ ഉത്ഭവത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ്. അതായത് അന്നത്തെ കാലഘട്ടം ഫ്രാൻസിൽ ഇരുണ്ട കാലഘട്ടം എന്ന് പറയാം. അധാർമികത, വെറുപ്പ്, ദാരിദ്ര്യം, പള്ളി വിശ്വാസരാഹിത്യം, പള്ളിയൊക്കെ വിട്ട് ആൾക്കാർ പോകുന്നു. അങ്ങനെ ഒരുതരം അസ്വസ്ഥത നിറഞ്ഞ കാലഘട്ടം. ഇങ്ങനെ അസ്വസ്ഥതകൾ നിറയുമ്പോഴാണല്ലോ ചില പ്രദേശങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. അതാണല്ലോ ലൂർദിലും ഫ്രാൻസിലും നാം കണ്ടത്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആ നീരാളിപ്പിടുത്ത സമയത്താണ് 1917 ഫാത്തിമയിൽ, പോർച്ചുഗലിലെ ഫാത്തിമയിൽ ലൂസിയ, ജസീന്ത, ഫ്രാൻചെസ്കോ എന്നീ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല ചൊല്ലാനായിട്ട് ആഹ്വാനം ചെയ്തത്. ജപമാലയിലൂടെ ലോകത്തെ ബാധിച്ചിരിക്കുന്ന തിന്മകൾ വിട്ടുപോകുമെന്ന് മറിയം വിശ്വസിക്കുകയാണ്. അതിനാൽ ആ കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെടുന്നത് നിരന്തരം ജപമാല ചൊല്ലാൻ. ലൂർദിൽ നടന്ന അത്ഭുതം നമുക്കറിയാം. നോബൽ സമ്മാനം കിട്ടിയ ഡോക്ടർ അലക്സ് ലാറക്ക് ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഐ സോ ലൂർദ്, ഞാൻ ലൂർദിനെ കണ്ടു എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? അദ്ദേഹം എഴുതിയത് എങ്ങനെയാണ്? ദോസ് ഹു ബിലീവ് നോ എക്സ്പ്ലനേഷൻ ഈസ് നീഡഡ്. വിശ്വസിക്കുന്നവർക്ക് വിശദീകരണം ആവശ്യമില്ല. എന്നാൽ വിശ്വസിക്കാത്തവർക്ക്, ദോസ് ഹു ഡു നോട്ട് ബിലീവ് നോ എക്സ്പ്ലനേഷൻ ഈസ് പോസിബിൾ, വിശ്വസിക്കാത്തവർക്ക് വിശദീകരണം സാധ്യമല്ല. ഒരു നിരീശ്വരവാദിയായിരുന്ന ഡോക്ടർ അലക്സ് ലാറക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ മരിയാൻഡ്രെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഉദരത്തിലുണ്ടായിരുന്ന വലിയൊരു ട്യൂമർ അത്ഭുതകരമായിട്ട് വിട്ടുമാറിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ദൈവവിശ്വാസം, കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചുകൊണ്ട്
ഡോക്ടർ അലക്സ് ലാറക്ക് പറഞ്ഞതാണ്. അതായത് എവിടെയെല്ലാം ജനത്തിന് ദൈവത്തിൻ്റെ ഇടപെടൽ ആവശ്യമാണോ അവിടെയെല്ലാം പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെടുകയും ചില സ്ഥലങ്ങളിൽ അതാണ് നാം വേളാങ്കണ്ണിയിലൊക്കെ കാണുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെടുകയും അവർക്ക് വലിയ വിടുതൽ കൊടുക്കുകയും ഒരു ദേശത്തിന് തന്നെ നവീകരണം കൊടുക്കുകയും ചെയ്യും. അതാണ് ഫാത്തിമയിലും ലൂർദിലും ഒക്കെ കണ്ടത്. നാം പറഞ്ഞു വന്നത് 1224 തെക്കൻ ഫ്രാൻസിൽ, പ്രത്യേകിച്ച് അവിടെ അൽബീജിയൻ പാഷാണ്ഡത, അതായത് മൂല്യച്യുതി, വ്യഭിചാരം, വഞ്ചന, അവിശ്വസ്തത, ദൈവവിശ്വാസത്തിന് വലിയ പ്രാധാന്യമില്ല എന്ന് അൽബീജിയൻ പാഷാണ്ഡത പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വചനപ്രഘോഷകനാണ് വിശുദ്ധ ഡൊമിനിക്ക്. വിശുദ്ധ ഡൊമിനിക്ക് പ്രസംഗിച്ചിട്ടും ജനത്തിന് മാനസാന്തരമില്ല എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം തീരുമാനമെടുക്കുകയാണ്, ഇതാ ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്, അവിടെ ഞാൻ പ്രായശ്ചിത്തം ചെയ്യും, അവിടെ ഞാൻ പ്രാർത്ഥിക്കും, ഈ ലോകത്തിൻ്റെ നവീകരണത്തിന് എന്തെങ്കിലും മന്ത്രം എനിക്ക് ദൈവം തരാതെ ഞാൻ മടങ്ങിപ്പോരുകയില്ല. അങ്ങനെ വിശുദ്ധ ഡൊമിനിക്ക് അവിടെ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ച് സ്വയം പീഡകൾ ഏൽക്കുകയാണ്. ശരീരത്തെ പീഡകൾ ഏൽപ്പിച്ചുകൊണ്ട് അത്രമാത്രം കഠിനമായ പ്രാർത്ഥനയാണ് വിശുദ്ധ ഡൊമിനിക്ക് ചെയ്തത്. പ്രാർത്ഥിച്ച് വിശുദ്ധ ഡൊമിനിക്ക് ബോധം കെട്ട് വീഴുകയാണ്. പെട്ടെന്നൊരു ദർശനമുണ്ടാകുകയാണ്. മാതാവും 3 മാലാഖമാരും വിശുദ്ധ ഡൊമിനിക്കിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് മാതാവ് വിശുദ്ധ ഡൊമിനിക്കിനോട് ചോദിക്കുകയാണ്, ഡൊമിനിക്കേ, ത്രിത്വൈക ദൈവത്തിന് പ്രീതികരമായ ഈ ലോകത്തെ രക്ഷിക്കാനുള്ള പ്രാർത്ഥന നിനക്കറിയാമോ? അപ്പൊ ഡൊമിനിക്ക് കൊടുക്കുന്ന ഉത്തരം ഇതാണ്, ദൈവം കഴിഞ്ഞാൽ ലോകത്തിൻ്റെ രക്ഷകയായ അങ്ങേക്കറിയാമല്ലോ ഏത് പ്രാർത്ഥനയാണ് വേണ്ടതെന്ന്. ഉടനെ മാതാവ് കൊടുക്കുന്ന ഉത്തരമാണ്, ത്രിത്വൈക ദൈവത്തിന് ഏറ്റവും പ്രീതികരമായത് പുതിയ നിയമത്തിലെ മാലാഖമാരുടെ കീർത്തനങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ നിയമത്തിലെ ഗബ്രിയേൽ മാലാഖയുടെ കീർത്തനങ്ങളാണ് ജപമാല എന്ന മന്ത്രത്തിലൂടെ വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ നൽകുന്നത്. ഈ മന്ത്രവുമായിട്ട് നേരെ ഓടുന്നത് കത്തീഡ്രൽ പള്ളിയിലേക്കാണ് വിശുദ്ധ ഡൊമിനിക്ക്. കത്തീഡ്രൽ പള്ളിയിൽ ചെല്ലുമ്പോൾ തന്നെ ഈ ദർശനത്തിൽ പറയുന്നത്, അദൃശ്യരായ മാലാഖമാര് പള്ളിമണി അടിക്കുകയാണ്. എന്താണ് അസാധാരണമായിട്ട് പള്ളിമണി അടിക്കുന്നതെന്ന് കണ്ട് ജനം ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ തടിച്ചുകൂടിയാണ്. ഉടനെ വിശുദ്ധ ഡൊമിനിക്ക് മാതാവ് തനിക്ക് നൽകിയ ജപമാല കൈകളിലെടുത്ത് ജനത്തെ ജപമാല ചൊല്ലാൻ പഠിപ്പിക്കുകയാണ്. അൽബീജിയൻ പാഷാണ്ഡതയ്ക്കെതിരെ, പ്രാർത്ഥനയുടെ കുറവിനെതിരെ, പ്രാർത്ഥനയില്ലായ്മയ്ക്കെതിരെ, നിരീശ്വരവാദത്തിനെതിരെ, സുഖഭോഗങ്ങളുടെ പിന്നാലെ പായുന്ന ആ മനുഷ്യന്റെ ആ സുഖാന്വേഷണത്തിനെതിരെ, ലോകത്തിൻ്റെ തിന്മയ്ക്കെതിരെ, പാപത്തിനെതിരെയുള്ള പുതിയ മന്ത്രവുമായി മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ജപമാല കണ്ണികളിലൂടെ ആ ബന്ധം തിരികെ വാർക്കുവാൻ വിശുദ്ധ ഡൊമിനിക്ക് ജനത്തെ ജപമാല ചൊല്ലി പഠിപ്പിക്കുകയാണ്. എന്നിട്ടും ജനം മാനസാന്തരപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ കത്തീഡ്രൽ പള്ളിയുടെ മുകളിൽ ഉണ്ടായിരുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ ആ ഒരു തിരുസ്വരൂപത്തിന് അവിടെ പറയുന്ന ഒരു അത്ഭുതം ഇതാണ്, ആ മറിയത്തിൻ്റെ 2 കരങ്ങള് ജനത്തിൻ്റെ മീതെ താഴുകയും പൊങ്ങുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ജനം അനുഭവപ്പെട്ടത് ഒരു ഭൂകമ്പം പോലുള്ള സംഭവമാണ്. സൂര്യൻ ഇരുണ്ടു, ആകെ ഒരു അസ്വസ്ഥത. അപ്പോൾ ജനത്തിന് മനസ്സിലായി, ഇതാ തങ്ങളുടെ പഴയ മാർഗങ്ങൾ ഉപേക്ഷിക്കണം, പുതിയ മാർഗങ്ങൾ തേടണം. പാപം നിറഞ്ഞ മനുഷ്യനെ ഉപേക്ഷിച്ച് നന്മ നിറഞ്ഞ
ജീവിതത്തിലേക്ക് വരണമെന്ന് വിശുദ്ധ ഡൊമിനിക് പഠിപ്പിച്ചപ്പോൾ ജനം ജപമാല ചൊല്ലിക്കൊണ്ട് അത് സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമാല സഭയ്ക്ക് ലഭിച്ച വലിയ ശക്തിയാണ്. ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളിൽ കലഹത്തിൻ്റെ ദുരാത്മാക്കളോ തകർച്ചകളുടെ ദുരാത്മാക്കളോ രോഗങ്ങളുടെ ദുരാത്മാക്കളോ ആ ഭവനത്തിലേക്ക് വരില്ല. ഒരു കുടുംബ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഇത് അച്ഛൻ ഇറ്റലിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അച്ഛന് ഏറ്റവും പരിചയമുള്ള ഒരു കുടുംബത്തിൽ നടന്ന ഒരു അത്ഭുതമാണ്. ഒരു 65 വയസ്സുള്ള കുടുംബനാഥൻ, 60 വയസ്സുള്ള കുടുംബനാഥ. ഈ കുടുംബനാഥൻ വലിയൊരു പ്രൊഫസറാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു സ്ഥാപനമുണ്ട്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. അവിടെ അടിച്ചുവാരാൻ വന്ന ഒരു പെൺകുട്ടിയുമായിട്ട് അദ്ദേഹത്തിന് ചെറിയ അവിഹിത ബന്ധം ആരംഭിക്കുകയാണ്. ഇതറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവ് വഴി പിഴച്ചു പോകുന്നുവെന്ന് എനിക്ക് സംശയമുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ആരോ ആയിട്ട് അദ്ദേഹത്തിന് ബന്ധം തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എന്നോട് പഴയതുപോലുള്ള സ്നേഹമില്ല. പരസ്ത്രീ ബന്ധത്തിൽ അദ്ദേഹം വീണുപോയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ ആ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഭയപ്പെടേണ്ട. നമുക്ക് നമ്മുടെ കൈവശമുള്ള ഏറ്റവും വലിയ ആയുധം ജപമാലയാണ്. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലിക്കോ. നിഷ്കളങ്കയായ ഈ അമ്മ വൈകുന്നേരങ്ങളിലാണ് അവിടെ പാപം ചെയ്യാനുള്ള സാഹചര്യമുള്ളതെന്ന് മനസ്സിലാക്കി വൈകുന്നേരം 4 മണി മുതൽ ജപമാല കൈകളിൽ ഏന്തിക്കൊണ്ട് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ വലിയ പ്രൊഫസർ എന്നെ കാണാൻ വന്നു. അപ്പോൾ ഞാനും ഈ അമ്മയും തമ്മിൽ സംസാരിച്ചിട്ടുള്ളത് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഈ അമ്മ ഭർത്താവിനോട് ചോദിച്ചിട്ടുമില്ല, നിങ്ങൾക്കിങ്ങനെ പരസ്ത്രീ ബന്ധമുണ്ടോ. പക്ഷെ അമ്മ അത് മനസ്സിലാക്കുകയും ആ ബന്ധനം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ്. ഈ പ്രൊഫസർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ഒരു അസാധാരണ സംഭവം ഈ ദിവസങ്ങളിൽ ഉണ്ടായി. ഞാൻ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചു പോയി. ഇങ്ങനെയാണ് അച്ഛാ, എൻ്റെ സ്ഥാപനത്തിൽ അടിച്ചുവാരാൻ വരുന്ന ആ പെൺകുട്ടിയുമായി എനിക്ക് ചെറിയ ബന്ധങ്ങൾ തുടങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം അവളുമായിട്ട് പാപം ചെയ്യാനായിട്ട് പോയപ്പോൾ വാതിലുകളൊക്കെ അടച്ച് ഞാനിങ്ങനെ പാപം ചെയ്യാനായിട്ട് എൻ്റെ ഉടുപ്പൊക്കെ മാറ്റുമ്പോൾ പെട്ടെന്ന് കോളിംഗ് ബെൽ ആരോ അടിക്കുന്നു. ഞാൻ ഓടി വന്ന് വാതിൽ തുറന്നപ്പോൾ ആരെയും കണ്ടില്ല. അവിടെ വളരെ അറിയപ്പെടുന്ന ഒരു പ്രൊഫസർ ആയതുകൊണ്ട് പേരുദോഷം വരണത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റില്ല. അപ്പോൾ വെപ്രാളത്തോടു കൂടി ഓടി വന്ന് നോക്കിയത്, ആരെയും കണ്ടില്ല. അപ്പോൾ തനിക്കും ആ കുട്ടിക്ക് തോന്നിയതായിരിക്കുമെന്ന് കരുതി വീണ്ടും അവർ പാപത്തിലേക്ക് വീഴാൻ പോകുമ്പോൾ വീണ്ടും ആരോ കോളിംഗ് ബെല്ലിൽ അടിച്ചു. വീണ്ടും ഓടിച്ചെന്ന് നോക്കി, അവിടെ ആരെയും കണ്ടില്ല. 3-ാം വട്ടവും ഇതേപോലെ സംഭവിച്ചു. അവിടെ ആരോ കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അവിടെ ആരും കണ്ടില്ല, അവിടെ ആരും വരാനുള്ള സാഹചര്യമില്ല. എൻ്റെ ഉള്ളിൽ എനിക്കറിയാമായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മുട്ടുകുത്തി നിന്ന് കൈകളിൽ ജപമാല ഏന്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ തൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ, തൻ്റെ കുടുംബത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ആ അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ജപമാല മുറുകെ പിടിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന സകലവിധ തകർച്ചകൾക്കുമുള്ള
ഒരു മന്ത്രമാണ്. ദൈവം നമുക്ക് നൽകിയ സമ്മാനമാണ് ജപമാല. നമ്മുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തകർച്ചകൾ നേരിടുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ അവർ പെട്ടുപോകുന്നുണ്ടെങ്കിൽ നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ട സമയമാണ്. പണ്ട് നമ്മുടെ കാർന്നന്മാർ നമ്മുടെ കുടുംബങ്ങളിൽ ചെയ്തിരുന്ന നിഷ്കളങ്കമായ ആധ്യാത്മിക ശക്തി, പരിശുദ്ധ ജപമാല നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോയിട്ടുണ്ടോ? TV സീരിയലുകളും മറ്റു പ്രോഗ്രാമുകളും നമ്മുടെ തിരക്കേറിയ ജീവിതവും നമ്മുടെ തൊഴിൽ മേഖലയിലുള്ള നമ്മുടെ ബന്ധനങ്ങളും ജപമാല നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ കാരണമായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ജപമാലയിലൂടെ നമുക്ക് ലഭിക്കുന്നത് കറകളഞ്ഞ മരിയ ഭക്തിയാണ്. ഒരിക്കൽ ഞാനൊരു മരിയൻ കൺവെൻഷൻ നടത്തുകയാണ്. മാതാവിനെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പ്രേരണ കിട്ടുകയാണ്. 16 വർഷം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഇതാ മാതാവ് അനുഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന 16 വർഷമാ കല്യാണം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഇങ്ങനെ മാതാവ് ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ എന്ന് പറഞ്ഞിങ്ങനെ ജനത്തെ സ്തുതിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് പറയാൻ പ്രേരിപ്പിക്കുകയാണ്, 16 വർഷം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഇതാ ഈ മരിയൻ കൺവെൻഷനിലൂടെ, മാതാവിനുള്ള ഭക്തിയിലൂടെ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് വലിയൊരു അനുഗ്രഹം അവർക്ക് ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കുന്നു. അവർക്ക് കുഞ്ഞിനെ ലഭിക്കുന്നു. അപ്പോൾ 16 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ മാനുഷികമായിട്ട് ഞാൻ ചിന്തിച്ചത്, ഞാനിതിങ്ങനെ ഉറക്കെ പറഞ്ഞാൽ 16 അവർക്ക് പ്രതീക്ഷ കൊടുക്കും, എന്നിട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കാതെ വന്നാലോ? ഇപ്പം ഇതുമൂലം കുറേ നേരം ഞാൻ ആ മാതാവ് തോന്നിപ്പിച്ച ആ പ്രേരണ ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ഞാൻ എത്രമാത്രം അത് കൺട്രോൾ ചെയ്യാൻ നോക്കിയോ അതിനേക്കാൾ ശക്തമായിട്ട് മാതാവ് എൻ്റെ നാവിലൂടെ പറയിച്ചു. ഈ സമയത്ത് ആ സഹോദരിയെ അറിയാവുന്ന അവളുടെ അടുത്തിരുന്ന ഒരു സഹോദരി പറഞ്ഞു, എടി ഇത് നിന്നെക്കുറിച്ചാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് പോയി ഒരുപാട് പ്രാർത്ഥനകളിൽ കൂടി മാതാവേ ഈ മരിയൻ കൺവെൻഷനിലൂടെ അമ്മയോടുള്ള ഭക്തിയാൽ എനിക്കിത് ലഭിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒക്ടോബർ മാസത്തിൽ ജപമാല ഭക്തിയുടെ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. ആ മകളെ കർത്താവ് അനുഗ്രഹിക്കുകയും 16 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ആ മകള് ഗർഭിണിയാകുകയും ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ മരിയൻ ഭക്തി, ജപമാല ഭക്തി നമുക്ക് വീണ്ടെടുക്കണം. നമ്മുടെ മക്കളെ നേരായ വഴിക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ അപ്പനും അമ്മയും സഭയ്ക്ക് പകർന്നു നൽകിയ ആ ജപമാല ഭക്തി നെഞ്ചോട് ചേർത്ത് പിടിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈ ജപമാല മാസത്തിൽ നമുക്കെല്ലാവർക്കും ജപമാല ചൊല്ലിക്കൊണ്ട്, അത് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പ്രാർത്ഥനയാണ്. ജപമാല ചൊല്ലുമ്പോൾ അവിടെ മഹത്വപ്പെടുന്നത് ക്രിസ്തുവാണ്, ത്രിത്വൈക ദൈവമാണ്. അതുകൊണ്ടാണ് ബൈബിൾ അധിഷ്ഠിതമായ പ്രാർത്ഥനയാണ് ജപമാല. ആ പ്രാർത്ഥനയിലൂടെ ദൈവം മഹത്വപ്പെടട്ടെ, മാനവകുലം രക്ഷ പ്രാപിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ കോട്ട കെട്ടി ദൈവം സംരക്ഷിക്കട്ടെ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ വചനം, തിരുവചനം എന്ന ഈ ശുശ്രൂഷയിൽ
പങ്കുചേരുന്ന മക്കളെ ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയെ, അമ്മയുടെ മേലങ്കി കൊണ്ട് ഞങ്ങളെ പുതപ്പിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.